അവിടുന്ന് വൈകിട്ട് ചെയ്ത് പോരാനുള്ള പരിപാടിയിലാന്ന് പറഞ്ഞ അല്ല അവിടെ മാർട്ടിൻ അവിടെ സ്റ്റേഷനിലില്ലേ? അവർ അവരവിടെ ഉണ്ട് അവര് കളക്ടറിലുണ്ട്. അവർ വനത്തിലൂടെ ഒഴുകി വരുന്ന ചാലിയാറിൻ്റെ തീരത്ത് തിരച്ചിൽ നടത്തുക അതീവ ദുഷ്കരമാണ്, അപകടകരമാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷന് വലിയ പ്രശ്നമുണ്ട്. ഈ വനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വിളിക്കാൻ കഴിയില്ല. ഫോറസ്റ്റുകാർക്ക് പോലും പുറത്തേക്ക് വിളിക്കാൻ കഴിയില്ല. അതിനൊരു പരിഹാരം, കാരണം ഇന്ന് 500-ലധികം ആളുകളാണ് വനത്തിലേക്ക് ഒരുമിച്ച് കയറി തെരച്ചിൽ നടത്തിയത്. വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ്. എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ബന്ധപ്പെടണമെങ്കിൽ അതിന് മാർഗ്ഗമില്ല. അതിനൊരു പരിഹാരമായിട്ടാണ് ഹാം റേഡിയോ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അമേച്ചർ റേഡിയോ സൊസൈറ്റി അംഗങ്ങളാണ് ഈ ചാലിയാറിൻ്റെ തീരത്ത് ഇങ്ങനൊരു സ്റ്റേഷൻ സ്ഥാപിക്കുകയും വളരെ ലളിതമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ഇവർ വാക്കി ടോക്കിയോട് സംസാരിക്കുന്നതൊക്കെ തന്നെ രാവിലെ മുതൽ കണ്ടിരുന്നു. ഏതായാലും ഈ തിരച്ചിൽ അവസാനിച്ച ഘട്ടത്തിൽ അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിക്കാം. എങ്ങനെ സഹായകരമായിരുന്നു ആളുകൾക്ക് പോയവർക്ക്? തീർച്ചയായിട്ടും ഇന്നത്തെ റെസ്ക്യൂവിൽ ഞങ്ങൾക്ക് ഒരുപാട് പങ്കുവയ്ക്കാൻ പറ്റി. കാരണം കഴിഞ്ഞ 4 ദിവസത്തെ റെസ്ക്യൂവിൽ ഇവർ ഏറ്റവും നേരിട്ടിരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പരസ്പരം ഒരു വനത്തിൽ പോയ ആളുകളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധമില്ലായിരുന്നു. അപ്പോൾ വളരെ ചിലയിടങ്ങളിൽ മാത്രം മൊബൈൽ കവറേജ് ഉള്ളൂ. അപ്പോൾ ഇന്ന് അതിനൊരു പരിഹാരമായിരുന്നു. കാരണം അവർക്ക് കൃത്യസമയത്ത് തന്നെ ഓരോ സ്പോട്ടിലും അവിടുത്തെ അപ്ഡേഷൻ അപ്പോഴും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 2-3 സ്ഥലങ്ങളിൽ രാവിലെ തന്നെ ബോഡിയുടെ പാർട്സ് കിട്ടും. അപ്പോൾ അത് പ്രോപ്പർ സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞു. ബോഡി കിട്ടിയാൽ ആ സമയത്ത് തന്നെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് അതോറിറ്റി അറിയിക്കാൻ കഴിഞ്ഞു. എത്ര അംഗങ്ങളകത്തേക്ക് പോയത്? അവിടെ ഞങ്ങളുടെ 3 അംഗങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. 3-4 ടീമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അംഗം തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ പറയുന്ന അപ്പോഴുള്ള അപ്ഡേഷൻ ഞങ്ങളിവിടെ അതോറിറ്റി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നത്? എങ്ങനെ ഹാം റേഡിയോ? കാരണം മൊബൈൽ നെറ്റ്വർക്കോ മറ്റു നെറ്റ്വർക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ പ്രത്യേകത, ഇതിന് ഒരു മൊബൈലിൻ്റെ അതോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ദുരന്തമുഖത്ത് നമുക്ക് സെക്കൻഡറി ലൈൻ കമ്മ്യൂണിക്കേഷന് ഇപ്പോഴും UN ആശ്രയിക്കുന്ന അമേച്ചർ റേഡിയോ. ഇത് നിങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതായിരിക്കില്ല, സർക്കാർ തലത്ത്? രാത്രി ERFൻ്റെ അംഗങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മിനിമം ഉള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു കുറച്ച് ആളുകൾ വന്നിട്ടുള്ളൂ. പലരും തിരക്കിലാണ്. എല്ലാ ജില്ലയിലും സംഘടനയുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ഹാം പ്രവർത്തകരുണ്ട്. ഇപ്പോൾ വയനാട്ടിലുണ്ട്. അപ്പോൾ വയനാട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അവിടെ വയനാട്ടിലുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അവിടെ വയനാട്ടിൽ കലക്ടറേറ്റിലുണ്ട്, ചൂരൽമലയിലും പല 2-3 ബേസ് ക്യാമ്പുകളുണ്ട്. അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കവളപ്പാറൊക്കെ ഇതുപോലെ നേരത്തെ ചെയ്തതാണ്. യഥാസമയം അത് കൃത്യമായിട്ട് അതോറിറ്റിക്ക് സപ്പോർട്ട്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും സഹായം തേടി വരാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടറാണ്. അവർ ആവശ്യപ്പെടാറുണ്ട് ദുരന്തവേളയിൽ. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഏതായാലും ഇന്നത്തെ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു സാങ്കേതികവിദ്യയാണ് ഹാം റേഡിയോ. ഇതിനു മുമ്പ് കവളപ്പാറയിലൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. ഏതായാലും ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ന് കാട്ടിൽ നിന്ന് പുറംലോകവുമായി ബന്ധപ്പെട്ടത്. നിലമ്പൂരിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ. Roger, message pass over.